അതെ ഈ ഇരിക്കുന്ന കോയിൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ? 2 3 ഓക്കെ, എല്ലാ കോയിൻസും തിരിച്ചു തരാമോ? അപ്പൊ ചുരുക്കം പറഞ്ഞ് നമ്മൾ ഈ കാർഡ് ട്രിക്സ് ആണ് നമ്മൾ പൊതുവെ എല്ലാവരും കാണാൻ ചാൻസ് ഉള്ളത്. കാര്യം അതൊക്കെ ആകുമ്പോഴത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ശബ്ദം കേൾക്കില്ല. പക്ഷെ കോയിന്റെ ഗതി അങ്ങനെയല്ല, എങ്ങോട്ട് മാറ്റിയാലും ശബ്ദം കേൾക്കാൻ പറ്റും. 4 കോയിന്റെ ശബ്ദം കേൾക്കാമല്ലോ. അപ്പം ഇവിടെ നിന്ന് ഒരു കോയിൻ നേരം പറഞ്ഞു വരും 1 2 and 3. അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ എത്തണം, ഇങ്ങനെ പിടിച്ചെടുക്കും ഫസ്റ്റ് കോയിന്. ബാക്കി ഇവിടെ 3 കോയിൻ മാത്രമേ ഉള്ളൂ. നിൽക്കുക, നമുക്കൊരു കാര്യം നമുക്ക് പറഞ്ഞിട്ട് ചെയ്യാം, അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന കോയിൻ്റെ ശബ്ദം കേൾക്കാമല്ലോ. 3 കോയിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്തതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഒരു കോയിൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ശബ്ദവും കേൾക്കാമല്ലോ. അടുത്ത കോയിൻ ഇവിടെ വന്ന് വീഴുന്ന മൊമെന്റിൽ ശബ്ദം കേൾക്കും. 1 2 and 3. സ്റ്റക്കായിട്ട് ഒരു നിമിഷം. കറക്റ്റ് ഒരു 2 കോയിൻ വരും, ഇവിടെ 2 കോയിൻ വരും. നമ്മൾ തുടങ്ങിയുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. കാര്യം നിങ്ങൾക്ക് ഇരിക്കുന്ന 2 കോയിൻ കാണില്ല. കാര്യം എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന വെച്ചാൽ എങ്ങനെയാണ് ഈ സാധനം ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കുന്ന 2 കോയിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും, ഇപ്പുറത്തും കേൾക്കാൻ പറ്റും. എന്നിട്ട് ഇത് എങ്ങനെ പോകുന്നതാണ് എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കോയിൻ വളരെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ അറിയാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കൂടെ നോക്കുന്നുണ്ടല്ലോ. കറക്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒന്ന് പിടിച്ച് നമുക്ക് ഈ കറക്റ്റ് ഇരിക്കുന്ന 3 കോയിൻ കാണാൻ പറ്റുന്നുണ്ടോ? 3 കോയിൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ കൈ തുറക്കാവോ? ഞാൻ ഇരിക്കുന്ന 3 കോയിൻ വളരെ പതുക്കെ തരാം. ഫുൾ ടൈറ്റായിട്ട് പിടിച്ചു, മുറുക്കെ പിടിച്ചു. ഞാൻ കൈ എടുക്കട്ടെ. ഓക്കെ, ടൈറ്റായിട്ട് പിടിച്ചു. ഇതിങ്ങനെ തിരിച്ചു വെച്ചോളൂ. ഈ ഇരിക്കുന്ന നമ്മൾ ഈ 4ാമത്തെ കോയിൻ പതുക്കെ ഇങ്ങനെ എടുക്കും. എടുത്തതിന് ശേഷം ഇങ്ങനെ പതുക്കെ റബ്ബ് ചെയ്യും. കോയിൻ തട്ടുന്നുണ്ടല്ലോ, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോയി ഓരോന്നിട്ട് കൗണ്ട് ചെയ്യാം എത്ര ഉണ്ടത്. 1 2 3 and 4. ഈ കയ്യില് 3 സ്റ്റിച്ചിന്റെ ഓട്ടം ഉണ്ട്. ഓട്ട ഇത് ഞാൻ സമ്മതിക്കില്ല, ഈ ഗെയിമിന് ഞാൻ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്തെന്നാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുതാക്കാം. നമുക്ക് വളരെ റയർ കേസിൽ നമുക്ക് ഇരിക്കുന്ന കോയിൻ നമ്മൾ ഈ ഒരു ഹൈറ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാവും. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, റബ്ബർ ഒന്നുമല്ല, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം വാമപ്പ് കഴിഞ്ഞ് നമുക്ക് ഇനി ശരിക്കും മാജിക്കിലോട്ട് കിടക്കാം. ഓ, ഇത് വെറും ഒരു വാമപ്പ് ആയിരുന്നു. ജാഫ്രിക്ക വളരെ നന്ദിയോടെ സ്റ്റേജിൽ താങ്ക് യു. ഇതൊക്കെ എവിടെയാ? എവിടെയാണ് നമുക്ക് പിടിക്കാം.